ബ്ലാക്ക് സൺഡേ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസം. ഇത് ഒരു തോൽവിയുടെ കഥയല്ല, ഒരു മുന്നറിയിപ്പിന്റെ കഥയാണ്. ലോക ചാമ്പ്യന്മാരായി അയർലൻഡിലെത്തിയ ഇന്ത്യ എന്നാൽ വെറും 2 മത്സരങ്ങൾക്കുള്ളിൽ അയർലൻഡ് ചരിത്രം കുറിച്ചു. 2-0 പരമ്പര സ്വന്തമാക്കി. എന്താണ് ഇന്ത്യക്ക് സംഭവിച്ചത്? ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും പ്രതീക്ഷിച്ച സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. വലിയ ഇന്നിംഗ്സ് കളിക്കേണ്ട സമയത്ത് വേഗത്തിൽ പുറത്തായി. സഞ്ജു സാംസൺ പരിചയസമ്പന്നനായ ഓപ്പണറായിട്ടും പുതിയ പന്തിനെ നേരിടുന്നതിൽ ബുദ്ധിമുട്ട്. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമായത് ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കി. അഭിഷേക് ശർമ്മ പ്രതിഭയുടെ മിന്നലുകൾ കാണിച്ചെങ്കിലും സ്ഥിരതയിലായിരുന്നു. ഒരു മത്സരത്തിലെ പ്രകടനം അടുത്ത മത്സരത്തിൽ ആവർത്തിക്കാനായില്ല. തിലക് വർമ്മ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർ. മറ്റെല്ലാവരും തകർന്നപ്പോൾ ടീമിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത് തിലക് മാത്രമായിരുന്നു. പക്ഷേ ക്രിക്കറ്റ് ഒരാൾക്ക് മാത്രം ജയിക്കാനാകുന്ന കളിയല്ലത്. ഇഷാൻ കിഷൻ വേഗത്തിൽ റൺസ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. സമ്മർദ്ദ ഘട്ടത്തിൽ ഉത്തരവാദിത്വമുള്ള ഇന്നിംഗ്സ് കളിക്കാനായില്ല. ശിവം ദുബെ ഫിനിഷറുടെ റോൾ നിറവേറ്റാൻ കഴിഞ്ഞില്ല. അവസാന ഓവറുകളിൽ ഇന്ത്യ പ്രതീക്ഷിച്ച ഫിനിഷിംഗ് ലഭിച്ചില്ല. ഹർഷദ്വീപ് സിംഗ് പുതിയ പന്തിൽ നല്ല ലൈനും ലെങ്തും ഉണ്ടായിരുന്നെങ്കിൽ നിർണായക ബ്രേക്ക് ത്രൂ നേടാനായില്ല. അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ റൺസ് നിയന്ത്രിച്ചെങ്കിലും വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല. മധ്യ ഓവറുകളിൽ അയർലൻഡിന്റെ കൂട്ടുകെട്ടുകൾ തകർക്കാൻ സാധിക്കാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. മറ്റു ബൗളർമാരാകട്ടെ നിർണായക നിമിഷങ്ങളിൽ മത്സരം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒന്നും ഉണ്ടായില്ല. എന്നാൽ അയർലൻഡ് അവർക്ക് വലിയ സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. ഓരോ ബാറ്ററും ഉത്തരവാദിത്വത്തോടെ കളിച്ചു. ഓരോ ബോളറും ശരിയായ ഏരിയയിൽ പന്തെറിഞ്ഞു. ഓരോ ഫീൽഡറും 100% നൽകി. ഇവർ ഇന്ത്യയെ തോൽപ്പിക്കാൻ ശ്രമിച്ചില്ല, മറിച്ച് അവർ ജയിക്കാൻ കളിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്കും വിരാമമായി. അതെ, ബ്ലാക്ക് സൺഡേ. ലോകകപ്പ് സെമിഫൈനൽ പ്രതീക്ഷകളുമായി ഇറങ്ങിയ ഇന്ത്യ ശക്തരായ ഓസ്ട്രേലിയയോട് 6 വിക്കറ്റിന് പരാജയപ്പെട്ടു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് നേടി. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 27 പന്തിൽ 56 റൺസും സ്മൃതി മന്ദാന 38 റൺസും ഷഫാലി വർമ്മ 34 റൺസും ജമീമ റോഡ്രിഗസ് 34 റൺസും എന്നിങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. Smriti Mandana, her 9th one-day international. Shefali Verma loves batting against off-spinner. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ പോരാട്ട വീര്യം ഇന്ത്യൻ ഇന്നിംഗ്സിനും കരുത്തായി. എന്നാൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഓസ്ട്രേലിയ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഓസീസിനായി എൽവിസ് പെരിയെ 56 റൺസും ആഷ്ലി ഗാർഡ്നർ 53 റൺസും എന്നിങ്ങനെ അർദ്ധ സെഞ്ചുറി നേടി. എനീസ് പെരയുടെയും ആഷ്ലി ഗാർഡ്നറുടെയും നിർണായക കൂട്ടുകെട്ടാണ് മത്സരം ഓസ്ട്രേലിയയുടെ പക്ഷത്തേക്ക് തിരിച്ചത്. ഈ വിജയത്തോടെ ഓസ്ട്രേലിയ സെമിഫൈനലിലേക്ക് മുന്നേറിയപ്പോൾ ഇന്ത്യയുടെ ലോകകപ്പ് യാത്ര ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവസാനിച്ചു. ഇന്ത്യക്ക് ഇത് നിരാശയുടെ ദിനമായി പോയെങ്കിലും ടീം അവസാന നിമിഷം വരെ പൊരുതിയ പോരാട്ടത്തിൽ പ്രശംസനീയമാണ്. ഈ പരമ്പര ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പാണ്. വലിയ പേരുകൾ മാത്രം മതിയാകില്ല, സമ്മർദ്ദത്തെ അതിജീവിക്കണം, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടണം. ഓരോ താരവും തന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ചെറിയ ടീമുകൾ എന്നും ഇല്ലെന്ന് വീണ്ടും തെളിയിക്കണം.